അമേരിക്കയുടെ മുൻ പ്രസിഡന്റും വരുന്ന നവംബറിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ അപ്രതീക്ഷിത ആക്രമണം നിക്ഷേപ ലോകത്തും ആശങ്കയേറ്റിയിരിക്കുകയാണ്. അമേരിക്കൻ വിപണി റെക്കോർഡ് കുതിപ്പ് തുടരുന്നതിനിടയിലാണ് പുതിയ സംഭവവികാസം. 3 തവണ അക്രമം വെടിയുതിർത്തെങ്കിലും ട്രംപ് ചെറിയ പരിക്കുകളിലൂടെ രക്ഷപ്പെട്ടത് ആശ്വാസമേകുന്നുണ്ട്. US തെരഞ്ഞെടുപ്പ് റാലിക്കിടെ അക്രമസംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇനി എന്ത് സംഭവിക്കാമെന്നും സമാനമായുള്ള മുൻ ആക്രമണങ്ങളിൽ വിപണി എങ്ങനെ പ്രതികരിച്ചുവെന്നും നോക്കാം. അമേരിക്കൻ ഓഹരി വിപണിയിൽ ഹ്രസ്വകാല ചാഞ്ചാട്ടത്തിന് വഴിതെളിക്കാവുന്ന സംഭവമാണ് ഡൊണാൾഡ് ട്രംപിന് നേരെയുണ്ടായ വധശ്രമമെന്ന് ഫോറക്സ് CFD ബ്രോക്കറേജ് സ്ഥാപനമായ ATFX ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ പ്രധാന മാർക്കറ്റ് അനലിസ്റ്റ് നിക് ട്യൂഡെയിൽ അഭിപ്രായപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ ഏഷ്യൻ വിപണികളിൽ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിക്കാനാണ് സാധ്യതയെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിനോടൊപ്പം സ്വർണം, ഡോളർ, US ട്രഷറി ബോണ്ട്, yen പോലെ സുരക്ഷിത നിക്ഷേപങ്ങളുടെ ഡിമാൻഡ് വിപണിയിൽ വർദ്ധിക്കാനും സാധ്യതകൾ കാണുന്നതായും മാർക്കറ്റ് അനലിസ്റ്റ് നിക് ട്യൂഡെയിൽ ചൂണ്ടിക്കാട്ടി. അതേപോലെ പെൻസിൽവാനിയ ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിൻ്റെ വിജയസാധ്യത വർദ്ധിച്ചതായും വിലയിരുത്തലുകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ പ്രഖ്യാപിത ഭരണനയങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസറ്റുകളിലേക്ക് നിക്ഷേപ ശ്രദ്ധ തിരിയാം. ട്രംപിൻ്റെ ദേശീയവാദം ഡോളറിന് കരുത്ത് പകരുന്ന ഘടകമാണ്. അതിനാൽ US ബോണ്ടുകളുടെ ഡിമാൻഡ് ഉയരാം. കൂടാതെ ക്രെഡിറ്റ് കാർഡ് കമ്പനികൾ, ഹെൽത്ത് ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ, സ്വകാര്യ ജയിലുകൾ എന്നിങ്ങനെ ചില ഓഹരി വിഭാഗങ്ങളിലേക്ക് നിക്ഷേപ ശ്രദ്ധ തിരിയാം. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് നികുതി ഉയർത്തണമെന്ന് വാദിക്കുന്ന ട്രംപിന് വിജയസാധ്യതയേറുന്നത് ചൈനയുടെ കറൻസിയായ യുവാനിലും സമ്മർദ്ദം സൃഷ്ടിക്കാം. പ്രാദേശിക സമയം ശനിയാഴ്ച വൈകുന്നേരം നടന്ന ആക്രമണത്തിന് പിന്നാലെ ക്രിപ്റ്റോ കറൻസിയിൽ മുന്നേറ്റമുണ്ടായതും ട്രംപിൻ്റെ വിജയസാധ്യത വർദ്ധിക്കുന്നുവെന്നതിൻ്റെ സൂചനയാണെന്ന് അമേരിക്കൻ ബ്രോക്കറേജ് സ്ഥാപനമായ BCA റിസർച്ചിൻ്റെ ചീഫ് സ്ട്രാറ്റജിസ്റ്റ് മാർക്കോ പാപ്പിക് ചൂണ്ടിക്കാട്ടി. എന്തായാലും ആദ്യ പ്രസിഡൻഷ്യൽ ഡിബേറ്റിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും നിലവിലെ പ്രസിഡന്റുമായ ജോ ബൈഡൻ്റെ നിറം മങ്ങിയ പ്രകടനവും തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമോ എന്ന തരത്തിൽ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടതിനും പിന്നാലെ ട്രംപിന് നേരെയുണ്ടായ ആക്രമണവും കൂടിയാവുമ്പോൾ വോട്ടെടുപ്പിലേക്ക് അടുക്കും തോറും വിപണിയിൽ ചാഞ്ചാട്ടം വർദ്ധിക്കാനുള്ള സാധ്യതയും ഉരുത്തിരിയുകയാണ്. തിങ്കളാഴ്ച മിൽവോക്കിയിൽ നടക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ ലോകമെമ്പാടുള്ള നിക്ഷേപകർ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. ഡൊണാൾഡ് ട്രംപിന് നേരെ അക്രമസംഭവം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ പ്രമുഖ ക്രിപ്റ്റോ കറൻസികളിൽ നേട്ടം രേഖപ്പെടുത്തി. വിപണി മൂല്യത്തിൽ മുന്നിലുള്ള ബിറ്റ്കോയിൻ്റെ വിലയിൽ 2% വർധന കുറിച്ചു. ഒരു ഘട്ടത്തിൽ ബിറ്റ്കോയിൻ്റെ വില $59,850 കുതിച്ചുയർന്നു. വധശ്രമം നേരിട്ടതോടെ ട്രംപിന് അനുകൂലമായ സഹതാപതരംഗം ഉണ്ടാകാമെന്നും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഇത് തുണച്ചേക്കുമെന്നുള്ള നിഗമനങ്ങളാണ് ക്രിപ്റ്റോ വിപണിക്ക് ഉണർവേകിയത്. ഡൊണാൾഡ് ട്രംപ് ക്രിപ്റ്റോ കറൻസിക്ക് അനുകൂലമായ നിലപാടാണ് പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ 35ാം പ്രസിഡന്റ് ജോൺ F. കെന്നഡി 1963 നവംബർ 22 കൊല്ലപ്പെട്ടപ്പോൾ അമേരിക്കൻ വിപണിയിൽ കടുത്ത ചാഞ്ചാട്ടം ദൃശ്യമായിരുന്നു. കെന്നഡിയുടെ മരണവാർത്ത TVയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ S&P 500 സൂചികയിൽ 2.8% ഇടിവാണ് ഒറ്റയടിക്ക് നേരിട്ടത്. ഇതോടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 2.7 മുതൽ വ്യാപാരം നിർത്തിവെച്ചു. തുടർന്ന് നവംബർ 25 US സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വ്യാപാരം പുനരാരംഭിച്ചത്. പിന്നാലെ വിപണികൾ കരകയറുകയും ചെയ്തു. അതേപോലെ 1981 മാർച്ച് 30 USൻ്റെ 40ാം പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗനെതിരെ വധശ്രമമുണ്ടായപ്പോൾ S&P 500 സൂചികയിൽ 1.2% ഇടിവ് രേഖപ്പെടുത്തി. എന്തായാലും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വിപണിയിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടാകാമെങ്കിലും തൊട്ടു പിന്നാലെ പോസിറ്റീവ് ട്രെൻഡിലേക്ക് മടങ്ങിയെത്തുന്നതാണ് മുൻകാല ചരിത്രം സൂചിപ്പിക്കുന്നത്. ഡിസ്ക്ലൈമർ: മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യാർത്ഥം പങ്കുവച്ചതാണ്. ഇത് നിക്ഷേപത്തിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ SEBI അംഗീകൃത മാർക്കറ്റ് അനലിസ്റ്റുകളുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.